അതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ ചില തെറ്റായ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹവാല, റിവേഴ്സ് ഹവാല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി CPM-കാർ ഇറങ്ങിയിരിക്കുന്നത് ആണല്ലോ. ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം എന്താ, 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് 2019 ഒരു കരാർ കൊടുത്തു ഒരു കമ്പനിക്ക്, GVK EMRI എന്ന് പറഞ്ഞ കമ്പനി. ടെൻഡർ ഉണ്ടായില്ല, ഒരു സിംഗിൾ ടെൻഡറായിരുന്നു, 517 കോടി രൂപ. ഇപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു. അപ്പോൾ കോമ്പറ്റേറ്റീവ് ടെൻഡറായി. ആ ടെൻഡർ വന്നപ്പോൾ ഇവരുടെ എമൗണ്ട് 293 കോടി രൂപയായിട്ട് താഴ്ന്നു. അതായത് അന്ന് 316 ആംബുലൻസ് ഉണ്ടായുള്ളൂ, ഇപ്പം 335 ആംബുലൻസായി. ആംബുലൻസ് കൂടി. അന്ന് ഡീസൽ വില 66 രൂപയാണ്, ഇപ്പം 97 രൂപയാണ്. അന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിൻ്റെ വില 40% കുറവാണ്. എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ 517 കോടി രൂപയ്ക്ക് ആംബുലൻസിന് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കുറവ് എത്രയാണ്? 224 കോടി രൂപ കുറവ് കോമ്പറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോൾ. അപ്പോൾ മനസ്സിലായല്ലോ, അന്ന് ഇതിൻ്റെ പകുതി പൈസ മതി അന്ന് നടത്താൻ, ചിലവ് കുറവാണ്, ഇതിനേക്കാൾ കുറവ് ആംബുലൻസാണ്. അപ്പോൾ ആ പണം എവിടെ പോയി? ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൗണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ടെൻഡറിൻ്റെ എമൗണ്ട് ഓരോരുത്തർ കോട്ട് ചെയ്തിരിക്കുന്നു. ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടി പറയണം, മറുപടി പറയാതെ പോകാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ 6.5 പതിറ്റാണ്ടായി ഉള്ള എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരമായെന്ന് പറഞ്ഞു. ഭൂപതിവ് ചട്ടം വന്നു, പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത്? 2024 ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടയ ഭൂമിയിൽ ക്രമവൽക്കരിച്ചു കൊടുക്കും. എന്തായാലും കണ്ടീഷൻ 1500 സ്ക്വയർ ഫീറ്റിന് മീതെ ഉള്ളതിന് ഫീസ് ഈടാക്കും. അതെന്തിനാ ഫീസ് ഈടാക്കണ? നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പർ ഇട്ട ആളുകളാണ് പൈസ അടച്ച്, അവരെ ഇന്ന് വീണ്ടും പൈസ ഈടാക്കുക. മാത്രമല്ല 2024 ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെക്കുറിച്ച് ഒരു സൂചനയില്ല. ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവൽക്കരിക്കും എന്നൊരു വാർത്തയില്ല. സത്യത്തിൽ ഈ ഭൂപതിവ് ചട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ് ചെയ്യുന്നത്. 2, ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെൻറ് ഒന്നുകൂടി സങ്കീർണമാക്കി, വീണ്ടും അനിശ്ചിതത്വമാണ്, വീണ്ടും സങ്കീർണമാക്കി. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.